ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7 മലയാളം കറണ്ട് അഫയേഴ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കം. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് സെക്രട്ടേറിയറ്റ് OA സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി 2023 PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് മാത്രമല്ല, എല്ലാ എക്സാമിനും നമുക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരിക്കും. PSC ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അതിലെ കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ അഡ 24/7 പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് നമുക്ക് നമ്മുടെ അഡ മലയാളം യൂട്യൂബ് ചാനലിലും അതുപോലെ 10 മണിക്ക് ബാങ്കിങ് ചാനലിൽ നമുക്ക് കറണ്ട് അഫെയർ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആണെങ്കിൽ വീക്ക്ലി റൗണ്ടപ്പിൻ്റെ നോട്ടായിരിക്കും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സെപ്പറേറ്റ് നമുക്ക് ഡ്രൈവ് ലിങ്ക്സ് ഉണ്ട്, നിങ്ങളതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നോട്ട്സ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അഡ 24/7 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജ്, ഏറ്റവും താഴ്ഭാഗത്ത് ഹോം, പിന്നെ കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സിൻഷീമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. അതിനേക്കാൾ മുന്നേ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ആപ്പിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കറണ്ട് അഫയേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക? ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഹോമിൽ പോകുന്നു. ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് ഇൻ ഷോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കറണ്ട് അഫയേഴ്സ് നമുക്ക് കാണാം. അത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം മനോജ് മണിയൂർ എഴുതിയ ചിമ്മിനി വെട്ടം എന്ന കവിതയ്ക്ക് ലഭിച്ചു. 2022 ബാലസാഹിത്യ പുരസ്കാരം മനോജ് മണിയൂർ എഴുതിയ ചിമ്മിനി വെട്ടം എന്ന കവിതയ്ക്ക് ലഭിച്ചു. അടുത്തത്, മുൻ കേന്ദ്രമന്ത്രിയും നിയമജ്ഞനുമായ ശാന്തി ഭൂഷൺ അന്തരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് തന്നിട്ട് ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പറഞ്ഞിരിക്കുക, പ്രശസ്ത അഭിഭാഷകനും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ മകനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയും നിയമജ്ഞനുമാണ് ശാന്തി ഭൂഷൺ എന്നുള്ള കാര്യം ഓർത്തു വച്ചിരിക്കുക. അടുത്തത്, ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ അതുല്യ പ്രതിഭ ഗായിക വാണി ജയറാം അന്തരിച്ചു. 19 ഇന്ത്യൻ ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 3 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2023 എന്ത് കിട്ടി? പത്മവിഭൂഷൺ. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 2023 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ അതുല്യ പ്രതിഭ ഗായിക വാണി ജയറാം അന്തരിച്ചു. പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഓർത്തിരുന്നോളൂ, 2023 2023 പത്മവിഭൂഷൺ ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അന്തരിച്ചു. ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ യുദ്ധവിമാനമിറക്കി ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു. ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ യുദ്ധവിമാനമിറക്കി ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു. അടുത്തത്, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവൻ നദിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2023 ഫെബ്രുവരി മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്ന കാര്യങ്ങളാണ്. അതൊന്ന് പ്രത്യേകം ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഓക്കെ, അപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന കൂവൻ നദി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, മൈക്കൽ ജാക്സന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ഒരു സിനിമയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ സിനിമയുടെ പേര് ഓർത്തിരിക്കുക, മൈക്കൽ. പോപ്പ് സംഗീത രാജാവ് മൈക്കൽ ജാക്സന്റെ ജീവിത ചരിത്രം പ്രമേയമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? മൈക്കൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, 5 തവണ ദേശീയ പുരസ്കാരവും 20 തവണ സംസ്ഥാന പുരസ്കാരവും നേടിയ ചലച്ചിത്ര സംവിധായകൻ കെ വിശ്വനാഥൻ അന്തരിച്ചു. 1992 പത്മശ്രീ. 2016 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, കെ വിശ്വനാഥൻ 5 തവണ ദേശീയ പുരസ്കാരവും 20 തവണ സംസ്ഥാന പുരസ്കാരവും നേടിയ
ചലച്ചിത്ര സംവിധായകൻ. ഓർത്തിരുന്നോളൂ, ചലച്ചിത്ര സംവിധായകനാണ് കെ വിശ്വനാഥൻ. 1992 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. 2016 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. അടുത്തത്, ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത ഹ്രസ്വദൂര റോക്കറ്റിന്റെ 2ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. അല്ലെങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV D2 വിജയകരമായി പൂർത്തിയാക്കി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ, കണ്ണൂർ കോളയാട് സെന്റ് കൊർണേലിയൂസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രൂപകൽപ്പനയിൽ പങ്കാളികളായ ആസാദി സാറ്റ് 2, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം ആസാദി സാറ്റ് 2 അപ്പോൾ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചവയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV D2 വിജയകരമായി പൂർത്തിയാക്കി. കൂട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ആസാദി സാറ്റ് ഉപഗ്രഹവും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഗ്രാമി പുരസ്കാരത്തെ പറ്റിയാണ്. 2023 65ാമത് ഗ്രാമി പുരസ്കാരമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. 2023 കാര്യമാണ് പറയുന്നത്, പ്രത്യേകം നോട്ട് ചെയ്യണേ. 2023 65ാമത് ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും അധികം പുരസ്കാരങ്ങൾ നേടിയതിന്റെ റെക്കോർഡ് അമേരിക്കൻ ഗായിക ബിയോൺസെ നേടി. ഇതുവരെ 32 പുരസ്കാരങ്ങളാണ് ബിയോൺസെ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കൻ ഇന്ത്യൻ ഗായകൻ റിക്കി കേജ് ഡിവൈൻ ടൈഡ് എന്ന ആൽബത്തിലൂടെ 3ാമതും പുരസ്കാരം നേടി. അപ്പോൾ ഈ ഡിവൈൻ ടൈഡ് ഓർത്തിരിക്കുക, റിക്കി കേജ് അതൊന്ന് ഓർത്തിരിക്കുക, റിക്കി കേജ് ഓർത്തിരിക്കുക. ഡിവൈൻ ടൈഡ് എന്ന ആൽബവും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ 2023 2, 3, 5 3 × 2 6 എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. 65ാമത് പുരസ്കാരമാണ് 2023 പ്രഖ്യാപിക്കപ്പെട്ടത്, ഗ്രാമി പുരസ്കാരം. അതിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയതിന്റെ റെക്കോർഡ് ബിയോൺസെ എത്ര പുരസ്കാരമാണ് നേടിയത്? 32 എന്നുള്ള ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അമേരിക്കൻ ഇന്ത്യൻ ഗായകനായിട്ടുള്ള റിക്കി ഗേജിനെ പറ്റി ഓർത്തിരിക്കുക. ഡിവൈൻ ടൈഡ് എന്ന ആൽബവും അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആയ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആയ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഓർത്തിരിക്കുക. 1386 കിലോമീറ്റർ ആണെന്നുള്ളതും ഓർത്തിരിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന നോവലിന് അക്ബർ കക്കട്ടിൽ അവാർഡ് 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന നോവലിന് ലഭിച്ചു. 50,000 രൂപയും പോൾ കല്ലാട്ട് രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന നോവലിന് ലഭിച്ചു. 50,000 രൂപയും പോൾ കല്ലാട്ട് രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തത്, രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ കേരളത്തിന് 1ാം സ്ഥാനം ലഭിച്ചു എന്നുള്ള ഫാക്ട് അറിഞ്ഞിരിക്കുക. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണ്? 1ാം സ്ഥാനം. എന്തിലാണ്? ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്ന സ്ത്രീ പുരുഷ അനുപാതം, അതിൽ 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ മറക്കരുത്, സുഭാഷ് ചന്ദ്രന്റെയാണ് സമുദ്രശില എന്നുള്ളത് ഓർത്തിരിക്കണം. അക്ബർ കക്കട്ടിൽ അവാർഡാണ് സുഭാഷ് ചന്ദ്രന് ലഭിച്ചത്, സമുദ്രശില എന്ന നോവലിനാണ് ലഭിച്ചത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അടുത്തത്, ലോക മാതൃഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി മലയാളം മിഷൻ നൽകി വരുന്ന മലയാണ്മ മാതൃഭാഷാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ കണിക്കുന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കണിക്കുന്ന പുരസ്കാരം ലഭിച്ചത് മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിനാണ്. ലോക മാതൃഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി മലയാളം മിഷൻ നൽകി വരുന്ന മലയാണ്മ മാതൃഭാഷാ പുരസ്കാരങ്ങളിൽ കണിക്കുന്ന പുരസ്കാരം ലഭിച്ചത് മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ റൺ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയത്തിന്റെ റെക്കോർഡ് ഇന്ത്യക്ക്. ശ്രീലങ്കയ്ക്കെതിരായി തിരുവനന്തപുരത്ത് നടന്ന ഏകദിന മത്സരത്തിൽ 317 റൺസിനാണ് ഇന്ത്യ വിജയിച്ചത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യയിൽ നടന്ന 15ാമത്, ഓർത്തിരുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. അപ്പോൾ ജർമ്മനിയാണ് ജയിച്ചത് എന്നുള്ളതും ബെൽജിയത്തെയാണ് പരാജയപ്പെടുത്തി. ഇന്ത്യയിലാണ് നടന്നത്, ഒഡീഷയിലാണ് നടന്നത്. അതിന്റെ ഭാഗ്യചിഹ്നം ഓർത്തിരിക്കുക, ഒലി എന്ന ആമയാണ്.
ജയിച്ചത് ജർമ്മനിയാണ്, പരാജയപ്പെടുത്തിയത് ബെൽജിയത്തെയാണ്. 15ാമത് ലോകകപ്പ് കിരീടമാണ് ജർമ്മനിക്ക് കിട്ടിയത്. ഒഡീഷയിൽ നടന്നത് 15ാമത് എഡിഷൻ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ശരി, അടുത്തത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ രചിച്ച ആത്മകഥയാണ് സ്പെയർ. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ രചിച്ച ആത്മകഥയാണ് സ്പെയർ. അടുത്തത് നാവികസേന ഉപമേധാവി റിട്ടയർഡ് വൈസ് അഡ്മിറൽ PJ ജേക്കബ് അന്തരിച്ചു. കൊല്ലം സ്വദേശിയായ PJ ജേക്കബിന് സേവന മികവിന് പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നിവ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വൈസ് അഡ്മിറൽ PJ ജേക്കബ് നാവികസേന ഉപമേധാവി ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അത് ഓർത്തിരിക്കുക. സ്പെയർ മറക്കരുത്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ രചിച്ച ആത്മകഥയാണ് സ്പെയർ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത്, ശ്രദ്ധിക്കണേ 71ാമതാണെന്ന് ഓർത്തിരിക്കണേ. നമ്മൾ പഠിക്കുന്നത് 2023 ഫെബ്രുവരിയിൽ PSC ബുള്ളറ്റിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ ആർബോണി ഗബ്രിയേൽ കിരീടം ചൂടി. ആർബോണി ഗബ്രിയേലാണ് കിരീടം ചൂടിയത്. അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ നടന്ന 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ ആർബോണി ഗബ്രിയേൽ കിരീടം ചൂടി. അടുത്തത് കൽവാരി ശ്രേണിയിലെ 5ാം അന്തർവാഹിനിയായ INS വാഗിർ നാവികസേനയ്ക്ക് സമർപ്പിച്ചു. മസ്കാവ് കപ്പൽ നിർമ്മാണശാലയിലാണ് അന്തർവാഹിനി നിർമ്മിച്ചത്. കൽവാരി ശ്രേണിയിലെ 5ാം അന്തർവാഹിനിയായ INS വാഗിർ കൽവാരി ശ്രേണിയിലെ 5ാം അന്തർവാഹിനിയായ INS വാഗിർ നാവികസേനയ്ക്ക് സമർപ്പിച്ചു. മസ്കാവ് കപ്പൽ നിർമ്മാണശാലയിലാണ് അന്തർവാഹിനി നിർമ്മിച്ചത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അടുത്തത് അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം മൊറോക്കൻ ഫുട്ബോൾ താരം അഷ്റഫ് ഹക്കീമിക്ക് ലഭിച്ചു. അഷ്റഫ് ഹക്കീമിക്കാണ് അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. മൊറോക്കൻ ഫുട്ബോൾ താരം അഷ്റഫ് ഹക്കീമിക്കാണ്. അടുത്തത് മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭരോസ്. ഓർത്തിരുന്നോളൂ, ഭരോസ് മദ്രാസ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഭരോസ് മദ്രാസ്. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭരോസ്. അടുത്തത് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും സൈക്ലോൺ 1 ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ഈജിപ്ത്. സൈക്ലോൺ 1 ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ഈജിപ്ത്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സൗഹൃദ പൈപ്പ് ലൈൻ വഴി ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ ഡീസൽ വിതരണം നടത്തും. 131.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈനിന്റെ 126.5 കിലോമീറ്ററും ബംഗ്ലാദേശിലാണെന്ന് പറയുന്നുണ്ട്. ഒന്നോർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സൗഹൃദ പൈപ്പ് ലൈൻ വഴി ഇന്ത്യ ഡീസൽ വിതരണം നടത്തുന്നത് ഏത് രാജ്യത്തിലേക്കാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ ബംഗ്ലാദേശിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭരോസ്. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കണ്ണൂർ സ്വദേശി VP അപ്പുക്കുട്ടൻ പൊതുവാൾ. പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ വയനാട് സ്വദേശി ചെറുവയൽ രാമൻ. ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ CI ഐസക്. കളരിപ്പയറ്റ് ആചാര്യൻ SRD പ്രസാദ് എന്നീ മലയാളികളെ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. എന്തായാലും ഓർത്തിരിക്കുക, സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന VP അപ്പുക്കുട്ട പൊതുവാൾ. പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ വയനാട് സ്വദേശി ചെറുവയൽ രാമൻ. ചരിത്രകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ CI ഐസക്. കളരിപ്പയറ്റ് ആചാര്യൻ SRD പ്രസാദ് എന്നീ മലയാളികളെ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. പേരുകൾ ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചെറുവയൽ രാമൻ വയനാട് സ്വദേശിയാണ്, അതുപോലെ നെൽവിത്ത് സംരക്ഷകനാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അപ്പുക്കുട്ട പൊതുവാൾ, അതുപോലെ ചെറുവയൽ രാമൻ, CI ഐസക്, SRD പ്രസാദ് എന്നീ മലയാളികളെ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. പ്രഥമ അണ്ടർ 19 വനിതാ 2020 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണല്ലേ ഓൾറെഡി ആരെയാണ് പരാജയപ്പെടുത്തിയെന്നുള്ളത്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC ബുള്ളറ്റിന് ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം കിട്ടിയത് P ജയചന്ദ്രനാണ്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം കിട്ടിയിട്ടുള്ളത് P ജയചന്ദ്രന്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ബാലസാഹിത്യകാരനും കവിയും ഗാന രചയിതാവും
സംസ്കൃത പണ്ഡിതനുമായിരുന്ന ഡോക്ടർ മുത്തലാപുരം മോഹൻദാസ് അന്തരിച്ചു. ബാലസാഹിത്യകാരനും കവിയും ഗാന രചയിതാവും സംസ്കൃത പണ്ഡിതനുമായിരുന്ന ഡോക്ടർ മുത്തലാപുരം മോഹൻദാസ് അന്തരിച്ചു. ഓർത്തിരിക്കുക, സാഹിത്യകാരനാണ് മോഹൻദാസ്. മുത്തലപുരം മോഹൻദാസ് സാഹിത്യകാരനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ എക്സാമിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സംഭാവന സാഹിത്യ പുരസ്കാരം കിട്ടിയത് ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനാണ്. കെ ജയകുമാർ. കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സംഭാവന സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കെ ജയകുമാറിനാണ്. അടുത്തത് റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോവ്സ്കി മെഡലിന് തിരുവനന്തപുരം റഷ്യൻ ഹൗസ് ഡെപ്യൂട്ടി ഡയറക്ടർ കവിത നായർ അർഹയായി. റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയോവ്സ്കി മെഡലിന് തിരുവനന്തപുരം റഷ്യൻ ഹൗസ് ഡെപ്യൂട്ടി ഡയറക്ടർ കവിത നായർ അർഹയായി. അടുത്തത് മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പേര് എന്താക്കി മാറ്റി? അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ എന്ന് പുനർനാമകരണം ചെയ്തു. മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പേര് അമൃത് ഉദ്യാൻ എന്ന് പുനർനാമകരണം ചെയ്തു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഒഡീഷ ആരോഗ്യവകുപ്പ് മന്ത്രി നബകിഷോർ ദാസ്. നബകിഷോർ ദാസ് കൊല്ലപ്പെട്ടു. എവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒഡീഷ ആരോഗ്യ വകുപ്പ് മന്ത്രി നബകിഷോർ ദാസ് കൊല്ലപ്പെട്ടു. അടുത്തത് ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ. വീർ ഗാർഡിയൻ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ജപ്പാൻ. ഇന്ത്യ, ജപ്പാൻ. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളതെന്ന് പറഞ്ഞ് നമ്മൾ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, ഈജിപ്ത്. അത് ഏതാന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓർമ്മ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇന്ത്യ ആൻഡ് ഈജിപ്ത് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ. വീർ ഗാർഡിയൻ എന്നുള്ളത് ഓർത്തിരിക്കുക. എക്സാമിനൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് വീർ ഗാർഡിയൻ. എന്തായാലും ഓർത്തു വെച്ചിരിക്കുക. അടുത്ത 2022 ICCയുടെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരം, മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം എന്നിവ പാകിസ്ഥാൻ താരം ബാബർ അസമിന് ലഭിച്ചു. 2022 ICCയുടെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാരി ഫീൽഡ് സോബേഴ്സ് പുരസ്കാരം, മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം എന്നിവ പാകിസ്ഥാൻ താരം ബാബർ അസമിന് ലഭിച്ചു. അടുത്തത് അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ മികച്ച MP പുരസ്കാരം ജോൺ ബ്രിട്ടാസും മികച്ച MLAക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ്. രണ്ടും ഓർത്തിരിക്കും. മികച്ച MPക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ജോൺ ബ്രിട്ടാസിന്, മികച്ച MLAക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 2023 ഫെബ്രുവരി PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നോട്ട് നോക്കി പഠിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. നോട്ട് നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. പടാ 247 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക, കേരള സെലക്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ RRB NTPC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഒക്കെ അറിയണം, ആ രീതിയിലുള്ള എക്സാംസ് പരിശീലിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അഡ 247 ആപ്പിൽ ടെസ്റ്റ് സീരീസ് അവൈലബിൾ, ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ഏത് എക്സാം എടുത്താലും എക്സാംസ് എഴുതി നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അഡ 247 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ RRB NTPC കേരള എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണാം. അവിടെ എന്ത് ചെയ്യുക? അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. ടെസ്റ്റ് പാക്ക് ആയതുകൊണ്ട് എസ് കൂടെ ആഡ് ചെയ്യാം. Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടോ എമൗണ്ട് കുറഞ്ഞത് കണ്ടോ. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ്. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ ഒക്കെ കോഴ്സ് നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആപ്പ് ഓപ്പൺ ചെയ്യുക, സ്റ്റോറിൽ പോവുക, കേരള PSC എടുക്കുക. എന്നതിന് ശേഷം 10th പ്രിലിംസ് 2024 ബാച്ച് എന്ന് പറഞ്ഞിട്ട് കാണാം. ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് മാക്സിമം ഡിസ്കൗണ്ടിന് വേണ്ടി Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ RRB എക്സാംസ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ്. അതുപോലെ RRB എക്സാം, SSC എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു കറണ്ട് അഫെയർ കോഴ്സ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സ്റ്റോറിൽ പോയിട്ട് RRB NTPC അല്ലെങ്കിൽ SSC കേരള ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലാണ് ആപ്പിൽ കിടക്കുന്നത് കേട്ടോ. ബൈ നൗ കൊടുക്കുക.
Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാം. നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി Ada247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്